Next case, second case. ഇന്നലെ നമ്മൾ ഡീൽ ചെയ്തത് ഫസ്റ്റ് കേസാണ്. ഇങ്ങനെ ഈക്വലൻ്റ് പ്രൊഡക്ഷനിലുള്ള ക്ലോസിങ് വർക്ക് ഇൻ പ്രോഗ്രസ് ഓൺലി. നമ്മൾ ഇന്നലെ പറഞ്ഞു 4 കേസ് വരും എന്ന് പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ് 4 കേസ്? ഒന്ന് ക്ലോസിങ് വർക്ക് ഇൻ പ്രോഗ്രസ് ഓൺലി, ക്ലോസിങ് വർക്ക് ഇൻ പ്രോഗ്രസ് വിത്ത് പ്രോസസ് ലോസ്, ക്ലോസിങ് ആൻഡ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്, ആൻഡ് ലാസ്റ്റ് കേസ് ഈസ് ക്ലോസിങ് ഓപ്പണിംഗ് വിത്ത് ലോസസ്. ഇന്നലെ നമ്മൾ പറഞ്ഞത് ക്ലോസിങ് വർക്ക് ഇൻ പ്രോഗ്രസ് മാത്രം വരുന്ന കേസുകളാണ്. സെക്കൻഡ് കേസ് ഈക്വലൻ്റ് പ്രൊഡക്ഷനിൽ. ഈക്വലൻ്റ് പ്രൊഡക്ഷൻ എന്താണെന്ന് നമ്മൾ ഇന്നലെ കവർ ചെയ്തു. ഈക്വലൻ്റ് പ്രൊഡക്ഷൻ എന്താ? പ്രൊഡക്ഷൻ ഇൻ ടേംസ് ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ്. സെക്കൻഡ് കേസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് വിത്ത് പ്രോസസ് ലോസസ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് വിത്ത് പ്രോസസ് ലോസസ്. ഇനി നമുക്ക് നോക്കാം. ലോസ് എന്ന് പറയുമ്പോൾ 2 ലോസ് വരാം. ഏതൊക്കെയാണ്? നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ലോസ്. പിന്നെ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ്റെ കേസിൽ നോർമൽ ലോസ് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നത്തിങ് ഷുഡ് ബി ആഡഡ് വിത്ത് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. നോർമൽ ലോസ് വരികയാണെങ്കിൽ അത് ഒന്നും തന്നെ നത്തിങ് ഷുഡ് ബി ആഡഡ് വിത്ത് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ. ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോർമൽ ലോസ് ആണെങ്കിൽ നിങ്ങളൊന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. വെറാസ് അബ്നോർമൽ ലോസ് ആണെങ്കിൽ it is treated as fully completed units. Abnormal loss is treated as fully completed units. It is 100% complete in material, labor and overheads. ഇതിൻ്റെ കോസ്റ്റ് കാൽക്കുലേഷനും ഡിഫറൻസ് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നോർമൽ ലോസിൻ്റെ സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ ഇഫ് ദർ ഇസ് എനി സ്ക്രാപ്പ് വാല്യൂ ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം മെറ്റീരിയൽ കോസ്റ്റ് വൈൽ പ്രിപ്പയറിംഗ് ദിസ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ദറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്. പ്രോബ്ലത്തിൽ നമുക്ക് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഏതാ? ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് വിത്ത് പ്രോസസ് ലോസ് ആണ്. നോർമൽ ലോസ് വരാം, അബ്നോർമൽ ലോസ് വരാം. നോർമൽ ലോസ് ആണെങ്കിൽ നത്തിങ് ഷുഡ് ബി ആഡഡ് വിത്ത് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. whereas in abnormal loss, normal loss should be treated as fully completed units and 100% complete in material, labor and overheads. ഇങ്ങനെയാണ് അബ്നോർമൽ ലോസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുക. നമുക്കൊരു പ്രോബ്ലം നോക്കാം. Page number 1/1.23. Question number 12. Question number 12. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2000 യൂണിറ്റ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു എ പ്രോസസ്. പ്രോബ്ലത്തിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് 2000 യൂണിറ്റ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദി പ്രോസസ്. അതിൽ നമ്മളോട് പറയുന്നത് 5% ആണ് നോർമൽ ലോസ് പറയുന്നത്. 5% ഈസ് നോർമൽ ലോസ്. അപ്പോൾ 2000ൻ്റെ 5% എന്ന് പറയുമ്പോൾ 100 യൂണിറ്റ്സ് ആണ് നോർമൽ ലോസ് പറയുന്നത്. ഇനി യൂണിറ്റ്സ് ഫിനിഷ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ്, ഫിനിഷ്ഡ് പ്രോഡക്ട്സ് പറയുന്നത് 1400 യൂണിറ്റ്സ് ആണ്. 1400 യൂണിറ്റ്സ് ആർ ഫിനിഷ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ടു ദി നെക്സ്റ്റ് പ്രോസസ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 460 പറയുന്നുണ്ട്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഈസ് 460. അപ്പോൾ നമ്മൾ നോക്കണം, നമ്മൾ പ്രോബ്ലത്തിൽ പറയുന്നത് എന്താ? 2000 യൂണിറ്റ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു എ പ്രോസസ്. ഈ ഔട്ട് ഓഫ് 2000 100 യൂണിറ്റ്സ് നോർമൽ ലോസ് ആണ്, 1400 ഫിനിഷ്ഡ് ആണ്, 460 ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. മൊത്തത്തിൽ വന്നു 1960 അല്ലേ? നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എത്ര യൂണിറ്റാണ്? 2000 യൂണിറ്റ്സ് ആണ്. ദർ ഇസ് എ ഡിഫറൻസ് ഓഫ് 40 യൂണിറ്റ്സ്. ഈ 40 യൂണിറ്റ്സ് ആണ് എന്ത്? അബ്നോർമൽ ലോസ്. നോർമൽ ലോസിൻ്റെ യൂണിറ്റ്സ് 40 ആണ്. അതായത് 2000 യൂണിറ്റ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദി പ്രോസസ്, ഔട്ട് ഓഫ് വിച്ച് 5% ഈസ് നോർമൽ ലോസ്, ദാറ്റ് ഈസ് 100 യൂണിറ്റ്സ് ആർ നോർമലി ലോസ്ഡ്. 1400 യൂണിറ്റ്സ് ആർ ഫിനിഷ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ടു നെക്സ്റ്റ് പ്രോസസ്. 460 യൂണിറ്റ്സ് ആർ ഇൻ വർക്ക് ഇൻ പ്രോഗ്രസ്, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. അങ്ങനെ ടോട്ടൽ 1960 ആണ്. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2000 യൂണിറ്റ്സ് ആണ്. ദർ ഇസ് എ ഡിഫറൻസ് ഓഫ് 40 യൂണിറ്റ്സ്, ദാറ്റ് ഈസ് അബ്നോർമൽ ലോസ്. കൂടാതെ പ്രോബ്ലത്തിൽ നമ്മളോട് പറയുന്നത് ടോട്ടൽ സ്ക്രാപ്പ് പറയുന്നത് 140 യൂണിറ്റ്സ് ആണ്. അതിൽ 100 യൂണിറ്റ്സ് നോർമൽ ആണെങ്കിൽ ബാക്കി 40 അബ്നോർമൽ ലോസ് ആണ്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് വരയ്ക്കാം.
നമ്മൾ ഇന്നലെ പറഞ്ഞു ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വരയ്ക്കുക അല്ലേ. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ ആൻഡ് ഫോർത്ത് നമ്മുടെ അക്കൗണ്ട് പ്രോസസ് അക്കൗണ്ട്. 3 സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ, ഇൻ അഡീഷൻ പ്രോസസ് അക്കൗണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ. നമ്മൾ ഇന്നലെ വരച്ചതാണ്. ഇതിന് കോളംസ്, ഒരു കോളം ഇൻപുട്ട് വേണം, ഒരു കോളം ഔട്ട്പുട്ട് വേണം, അടുത്തത് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ. അതിന് നമുക്ക് 2 ആക്കി ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ മെറ്റീരിയൽസ്, നെക്സ്റ്റ് ഈസ് ലേബർ ആൻഡ് ഓവർഹെഡ്. ഒരുമിച്ച് ഒരു കോളം കൊടുത്താൽ മതി, ലേബർ ആൻഡ് ഓവർഹെഡ്. ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും നമുക്ക് 2 ആക്കി ഡിവൈഡ് ചെയ്യാം. ഇൻപുട്ടിൽ ഐറ്റം, യൂണിറ്റ്സ്, ഇവിടെയും അതുപോലെ തന്നെ ഐറ്റം, യൂണിറ്റ്സ്. മെറ്റീരിയൽസും ലേബർ ആൻഡ് ഓവർഹെഡും ഇസ് അഗെയിൻ ഡിവൈഡഡ് ഇൻടു 2. ഒന്ന് പെർസെൻറ്റേജ്, 2 ക്വാണ്ടിറ്റി. പെർസെൻറ്റേജ്, ക്വാണ്ടിറ്റി. ഇങ്ങനെയാണ് നമ്മൾ വരച്ചത്. ഐറ്റംസ്, യൂണിറ്റ്സ്, ഇൻപുട്ടാണ് ഫസ്റ്റ് കോളം, ഔട്ട്പുട്ട്, ഇതാണെങ്കിൽ ഇൻപുട്ട്, ഔട്ട്പുട്ട്. ഇത് നോക്കിയിട്ട് നമ്മളോട് പ്രോബ്ലത്തിൽ പറയുന്നത് 2000 യൂണിറ്റ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു പ്രോസസ് 1. അപ്പോൾ ഐറ്റം, യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ്, 2000 യൂണിറ്റ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു പ്രോസസ് 1. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് പറയുന്നത് ഇതിൽ ഐറ്റം, ഫസ്റ്റ് ഐറ്റം നോർമൽ ലോസ് നമുക്ക് നോക്കാം. നോർമൽ ലോസ് എത്രയാണ് പറയണേ? 5% ഓഫ് ദി യൂണിറ്റ്സ് പുട്ടിൻ. 2000 യൂണിറ്റ്സ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൻ്റെ 5%. അപ്പോൾ നോർമൽ ലോസ് എത്രയാണ്? നോർമൽ ലോസ് 100 യൂണിറ്റ്സ് ആർ നോർമലി ലോസ്റ്റ്. പിന്നെ നമ്മളോട് പ്രോബ്ലത്തിൽ പറയണേ 1400 യൂണിറ്റ്സ് ആർ ഫിനിഷ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ടു നെക്സ്റ്റ് പ്രോസസ്. ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ 1400 യൂണിറ്റ്സ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് പറയുന്നത് 460 യൂണിറ്റ്സ് ആണ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 460 യൂണിറ്റ്സ്. ക്ലിയർ ആയിട്ട് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1400 യൂണിറ്റ്സ് ആർ ഫിനിഷ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ്, 100 യൂണിറ്റ്സ് ആർ നോർമലി ലോസ്റ്റ്, 460 യൂണിറ്റ്സ് ആർ ഇൻ പ്രോഗ്രസ്. ടോട്ടൽ 1960 വരുന്നുള്ളൂ. ദാറ്റ്സ് എ ഡിഫറൻസ് ഓഫ് 40 യൂണിറ്റ്സ്. ഈ 40 യൂണിറ്റ്സ് ആണ് എന്ത്? അബ്നോർമൽ ലോസ്. അബ്നോർമൽ ലോസ് ഈസ് 40 യൂണിറ്റ്സ്. അപ്പോൾ 2800 യൂണിറ്റ്സ്, 2000 യൂണിറ്റ്സ്, 2000. ഇനി നമുക്ക് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ നോക്കാം. നോർമൽ ലോസിൻ്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്? നോർമൽ ലോസ് ആണെങ്കിൽ നത്തിങ് ഷുഡ് ബി ട്രീറ്റഡ് ആസ്, അല്ലെങ്കിൽ നത്തിങ് ഷുഡ് ബി ആഡഡ് വിത്ത് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ. ഈക്വലൻ്റ് പ്രൊഡക്ഷൻ നോർമൽ ലോസ് ആണെങ്കിൽ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സിൽ ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമുക്കിവിടെ ബ്ലാങ്ക് ഇടാം. നത്തിങ് ഷുഡ് ബി ആഡഡ് വിത്ത് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ. നെക്സ്റ്റ് ഐറ്റം ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ 1400 യൂണിറ്റ്സ് ഉണ്ട്. ഫിനിഷ്ഡ്, ഫുള്ളി ഫിനിഷ്ഡ് ആണ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ എത്രയാണ്? 100 ആണ്. യൂണിറ്റ്സ് വരുമ്പോൾ 1400 വരും. പെർസെൻറ്റേജ് 1400. ഫുള്ളി ഫിനിഷ്ഡ്. നെക്സ്റ്റ് വൺ ഈസ് അബ്നോർമൽ ലോസ്. നോർമൽ ലോസ് നമ്മൾ എന്താ പറഞ്ഞത്? നോർമൽ ലോസ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് fully completed units. Abnormal loss is treated as fully completed units. Okay. Percentage of completion 100, 40, 100, 40. Abnormal loss fully completed unit. Gain ആണെങ്കിലും സെയിം തന്നെ. Abnormal loss or gain is treated as fully completed units. Next one is closing work in progress. ഇതിൻ്റെ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ നമ്മളോട് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്.
പ്രോഗ്രസ് ഈസ് 460 യൂണിറ്റ്സ്. ഇറ്റ് ഈസ് ഫുൾ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയൽ 75% കംപ്ലീറ്റ്, ലേബർ ആൻഡ് ഓവർ ഹെഡ് 50% കംപ്ലീറ്റ് ഇസ് ഗിവൺ ഇൻ ദി പ്രോബ്ലം ഇറ്റ് സെൽഫ്. അപ്പോൾ ഇവിടെ 75% എന്ന് പറയുമ്പോൾ ത്രീ ഫോർട്ടി ഫൈവ് 345 50% ആവുമ്പോൾ 230. ടു 345 ആൻഡ് 230 ഇതാണ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. ഇനി നമുക്കിത് ആഡ് ചെയ്യാം. ടോട്ടൽ എത്ര വരും? 1400 പ്ലസ് 40 പ്ലസ് 345 1785. ലേബർ ആൻഡ് ഓവർ ഹെഡ്സ് ആണെങ്കിൽ 1670. ഇതാണ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. മെറ്റീരിയൽസിൻ്റെ കേസിൽ 1785, ലേബർ ആൻഡ് ഓവർ ഹെഡ്സ് 1670. ദിസ് ഈസ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ. നമ്മൾ കോളംസ് പ്രിപ്പയർ ചെയ്തു. ഇവിടെ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, നോർമൽ ലോസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു നത്തിങ് ഷുഡ് ബി ആഡഡ് വിത്ത് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പ്ലാൻ ഇട്ടത്. ഇനി അബ്നോർമൽ ലോസ് ഈസ് ട്രീറ്റഡ് ആസ് ഫുള്ളി ഫിനിഷ്ഡ് യൂണിറ്റ്സ്. 40 യൂണിറ്റ്സ് ആണ് അബ്നോർമൽ ലോസ് ഉള്ളത്. ഇറ്റ് ഈസ് ഫുള്ളി കംപ്ലീറ്റഡ്. 100 ഫുൾ ഈ 1400 യൂണിറ്റ്സ് ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ 40 യൂണിറ്റ്സും ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഇറ്റ് ഈസ് ഫുള്ളി കംപ്ലീറ്റഡ് മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർ ഹെഡ് 100% കംപ്ലീറ്റ്. അതുകൊണ്ടാണ് നമ്മൾ 40 ചെയ്തത്. ടോട്ടൽ ചെയ്തപ്പോൾ ടോട്ടൽ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് മെറ്റീരിയൽ എത്രയുണ്ട്? 1785, ലേബർ ആൻഡ് ഓവർ ഹെഡ്സോ 1670. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്. Statement of cost. Second statement of cost. അപ്പോൾ 4 കോളം വേണം. Elements of cost, equivalent production units, cost per unit. Cost per unit. First element materials ആണ്. First element materials. മെറ്റീരിയൽസിൽ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയത് 1785 ആണ്. മെറ്റീരിയൽസിൻ്റെ ഏരിയ നമ്മൾ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് വരുന്നുണ്ട്. അതിൻ്റെ വാല്യൂ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. വാല്യൂ മെറ്റീരിയൽസിൽ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഉണ്ട്, 5800 ഉണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് 1440 മെറ്റീരിയൽസും കൂടെ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ മെറ്റീരിയൽസ് 7240 റുപ്പീസിൻ്റെ മെറ്റീരിയൽസ് വരുന്നുണ്ട്. അപ്പോൾ ഈ മെറ്റീരിയൽസിൽ രണ്ട് എമൗണ്ട് 5800 പ്ലസ് 1440. ഇതിൽ നിന്ന് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് മൈനസ് ചെയ്യണം.
നമ്മൾ കഴിഞ്ഞ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞു അബ്നോർമൽ ലോസും വരാം നോർമൽ ലോസും വരാം അല്ലേ. നോർമൽ ലോസിൽ നമ്മൾ പറഞ്ഞു ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സിനോടുകൂടി ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. അതേസമയം അബ്നോർമൽ ലോസ് ആണെങ്കിലോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഫുള്ളി ഫിനിഷ്ഡ് യൂണിറ്റ്സ്. നമ്മൾ പറഞ്ഞു ഇഫ് ദർ ഈസ് എനി സ്ക്രാപ്പ് വാല്യൂ, ഇഫ് എനിത്തിങ് ഈസ് റിയലൈസ്ഡ് ഫ്രം നോർമൽ ലോസ്, നോർമൽ ലോസിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്. മെറ്റീരിയൽ കോസ്റ്റിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മൈനസ് ചെയ്യണം. 100 റുപ്പീസാണ് 1 per യൂണിറ്റ് എന്ന് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ എഴുതാം ലെസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ്. 100 റുപ്പീസ് മൈനസ് ചെയ്തപ്പോൾ എത്ര വന്നു? 7140. ഇതാണ് എൻ്റെ മെറ്റീരിയൽസ്. ഇതിൻ്റെ ഈ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്. ഇതിൻ്റെ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് എത്രയുണ്ട്? 1785. 1785. അങ്ങനെയാണെങ്കിൽ പെർ യൂണിറ്റ് എത്ര രൂപ വരും? 1785. 7140 ഡിവൈഡഡ് ബൈ 1785. കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത് 4 റുപ്പീസാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ 7140 ഡിവൈഡഡ് ബൈ 1785. ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് 1785. അപ്പോൾ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് 4 റുപ്പീസ് കിട്ടും. ഇനി സെക്കൻഡ് ഐറ്റം ലേബറാണ്. ലേബർ ഉണ്ട്, ഓവർ ഹെഡ്സ് ഉണ്ട്. ലേബർ കോസ്റ്റ് എത്രയാണെന്ന് നോക്കിയ പ്രോബ്ലത്തിൽ labor cost is 3340. 3340 labor cost 3340 ആണ്. ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു 1670. അതുപോലെ ഓവർ ഹെഡ്സിൻ്റെ കോസ്റ്റ് 1670 ആണ്. ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സും 1670 തന്നെ. അപ്പോൾ ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് 2 റുപ്പീസാണ്. ഇവിടെ 1 റുപ്പി വരും. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്. എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഉണ്ട്, ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഉണ്ട്, കോസ്റ്റ് ഉണ്ട്, കോസ്റ്റ് പെർ യൂണിറ്റ്. ഫസ്റ്റ് ഐറ്റം മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സിൻ്റെ വാല്യൂ 5800. ഇൻ അഡീഷൻ ഡയറക്റ്റ് മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് 1440. ടോട്ടൽ 7240. rupees 100 എവിടെ കിട്ടി നമുക്ക്? നോർമൽ വാല്യൂ സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദിസ് മെറ്റീരിയൽ കോസ്റ്റ് വൈൽ പ്രിപ്പയറിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്. അങ്ങനെ 7140 ആണ് നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ്. ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയതാണ് 1785. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 per യൂണിറ്റ് ആണ് ഇത് കോസ്റ്റ് പെർ യൂണിറ്റ്. ലേബർ കോസ്റ്റ് 167, ലേബർ കോസ്റ്റ് 3340 ആണ്. ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് 1670. ഓവർ ഹെഡ് കോസ്റ്റ് ഉണ്ട്. അങ്ങനെ പെർ യൂണിറ്റ് 1 rupee. ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് 7 rupees. ദിസ് ഈസ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് statement of evaluation. Third one, statement of evaluation. Statement of evaluation. Statement of evaluation. This is the third statement. ഇതിന് വേണ്ട നമുക്ക് ഐറ്റംസ്. ഫസ്റ്റ് കോളം ഐറ്റംസ് ഓഫ് പർട്ടിക്കുലേഴ്സ് നമുക്ക് കൊടുക്കാം. ഐറ്റംസ്. നെക്സ്റ്റ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. കോസ്റ്റ്. cost per unit, cost
ടോട്ടൽ കോസ്റ്റ്. നോക്കട്ടോ, ഫസ്റ്റ് കോളം ഐറ്റംസ് ആണ്, സെക്കൻഡ് കോളം എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്, തേർഡ് വൺ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്, കോസ്റ്റ് പെർ യൂണിറ്റ്, കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ്. ഇനി ഐറ്റംസിൽ ഫസ്റ്റ് വൺ നമുക്ക് എടുക്കാം, അബ്നോർമൽ ലോസ്. നോർമൽ ലോസ് നമ്മൾ നത്തിങ് ഷുഡ് ബി ആഡഡ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അബ്നോർമൽ ലോസ് 3 എലമെൻറ്റ്സ് ഉണ്ട്, മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് അല്ലേ. ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് 40 rupees, 40 യൂണിറ്റ്സ് ആണ്. കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മുടെ കഴിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് കിടക്കുന്ന എത്രയാ 4, 2 and 1. അപ്പോൾ കോസ്റ്റ് എത്ര വരും? 160, 80, 40. ഇങ്ങനെ ടോട്ടൽ കോസ്റ്റോ 280 വരും. 280 ആണ് ഏതിൻ്റെ കോസ്റ്റ്? അബ്നോർമൽ ലോസിൻ്റെ കോസ്റ്റ്. അബ്നോർമൽ ലോസ്, മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് 40 ആണ് അബ്നോർമൽ ലോസിൻ്റെ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. കോസ്റ്റ് പെർ യൂണിറ്റ് 421 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 160, 80 and 40. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് 280 rupees. നെക്സ്റ്റ് വൺ ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ. നെക്സ്റ്റ് ഐറ്റം ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ. ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് 1000. സോറി, കോളം മാറിപ്പോയി. ഇവിടെ നെക്സ്റ്റ് ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ. Elements of cost, material, labor, overhead 1400 units. 3 cases 1400. Cost per unit same 421. Amount 5600, 2800, 1400. Total will come to 9800. ₹9,800. The second item, finished production. Third item, closing work in progress. Closing work in progress. Third item is closing work in progress. Elements of cost, material, labor, overheads. Equivalent production units പ്രോബ്ലത്തിൽ നോക്ക് എത്ര വരുന്നുള്ളത്. $345, $230, again $230. നമുക്ക് ഇത് എവിടെ കിട്ടിയത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ നിന്ന് കിട്ടിയിട്ടുണ്ട്. മെറ്റീരിയൽ ആണെങ്കിൽ 75% കംപ്ലീറ്റ് ആണ്. അത് നമ്മൾ ഈക്വലൻ്റ് കംപ്ലീറ്റഡ് യൂണിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 345 യൂണിറ്റ്സ് ആണ് ഫുള്ളി ഫിനിഷ്ഡ് എന്ന് പറഞ്ഞത്. അതുപോലെ ലേബർ ആൻഡ് ഓവർ ഹെഡ് 50% കംപ്ലീറ്റ് ആണ്. ദാറ്റ് മീൻസ് 230 യൂണിറ്റ്സ് ആർ ഫുള്ളി ഫിനിഷ്ഡ്. ഇനി നമ്മുടെ കോസ്റ്റ് പെർ യൂണിറ്റ് 421 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1380, 460, 230. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. എമൗണ്ട് amount 2070. ഇതാണ് നമ്മുടെ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ വാല്യൂ. ഒന്നുകൂടെ നോക്കിയേ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ കോളം നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് ആണ്. നമുക്ക് 3 ഐറ്റം ഉണ്ട്. ഏതൊക്കെയാണ്? അബ്നോർമൽ ലോസ് ഉണ്ട്,
ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്. അബ്നോർമൽ ലോസിൻ്റെ അടുത്ത കോളം എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആണ്, മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്. ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് 40. ഇനി അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടി, ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റിൽ നമുക്ക് കിട്ടിയത് 421 മൾട്ടിപ്ലൈ ചെയ്തു ടോട്ടൽ കോസ്റ്റ്. നോർമൽ ലോസിൻ്റെ ടോട്ടൽ കോസ്റ്റ് വിൽ കംസ് ടു ₹280. നെക്സ്റ്റ് ഈസ് ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ ആണ്, 1400 യൂണിറ്റ്സ് ആർ ഫുള്ളി ഫിനിഷ്ഡ്, എമൗണ്ട് ₹9,800. തേർഡ് വൺ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. നമ്മൾ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടി, കോസ്റ്റ് പെർ യൂണിറ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടി, ആഡ് ചെയ്തപ്പോൾ 2070 ഇസ് ദി വാല്യൂ ഓഫ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ദീസ് ആർ ദീസ് 3 സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി നമ്മൾ നാലാമത് പ്രിപ്പയർ ചെയ്യുന്നത് പ്രോസസ് അക്കൗണ്ട് ആണ്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യുക പ്രോസസ് അക്കൗണ്ട്. നെക്സ്റ്റ് ഈസ് പ്രോസസ് അക്കൗണ്ട്. ഇതിൻ്റെ കോളം നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. യൂണിറ്റ്സ്, എമൗണ്ട്, യൂണിറ്റ്സ്, എമൗണ്ട്. യൂണിറ്റ്സ് ആൻഡ് എമൗണ്ട്. ഫസ്റ്റ് നമ്മൾ യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് പ്രോബ്ലത്തിൽ പറയുന്നുണ്ട്. Units introduced, 2000 units are introduced at a cost of 5,880. പ്രോബ്ലത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. $5,800 units, 800 rupees. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഡയറക്റ്റ് മെറ്റീരിയൽസ് 1440, ലേബർ ചാർജസ് 3340, ഓവർഹെഡ്സ് 1670. പ്രോബ്ലത്തിലുള്ള എമൗണ്ടുകളാണ്. യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് 2000 യൂണിറ്റ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് എ കോസ്റ്റ് ഓഫ് ₹5,800. Again material cost 1440, labor charges 3340 and overheads 1670. ഇനി നമുക്ക് ക്രെഡിറ്റ് സൈഡ് നോക്കാം. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റം നോർമൽ ലോസ് ആണ്. നമ്മളോട് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് 5% ഓഫ് ദി ടോട്ടൽ വെയിറ്റ് പുട്ട് ഇൻ ഈസ് നോർമലി ലോസ്റ്റ്. അപ്പോൾ 100 യൂണിറ്റ്സ് ആണ് നോർമൽ ലോസ്, 100 യൂണിറ്റ്സ് വരും. ഇനി അതിൻ്റെ വാല്യൂ നമ്മളോട് പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 1 per യൂണിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ 100 rupees ക്യാൻ ബി റിയലൈസ്ഡ് അല്ലേ? 1 per യൂണിറ്റ്. ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ ബ്രാക്കറ്റിൽ എഴുതിക്കോ ₹1 per യൂണിറ്റ്. ഇനി നമുക്ക് അബ്നോർമൽ ലോസ് നോക്കാം. അബ്നോർമൽ ലോസ് 40 യൂണിറ്റ്സ് ആണ്. അതിൻ്റെ വാല്യൂ നമുക്ക് തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട് 280. അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ 280 rupees. അത് നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനിൽ നമുക്ക് കിട്ടിയ ഫിഗറാണ്. ഇനി ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ, finished goods എത്രയാണ്? 1400 units are finished and transferred to next process. Amount 9,800 rupees. Next last item, closing work in progress. Closing work in progress എത്ര യൂണിറ്റ് ആണ്? 460 units. വാല്യൂ വരുന്നത് 2070. ഇത്രയും ഐറ്റംസ് ആണ് പ്രോസസ് അക്കൗണ്ടിൽ വരിക. നമ്മൾ നോർമൽ പ്രോസസ് അക്കൗണ്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം.
Material units introduced 2000 ആണ് at a cost of rupees 5800. Direct materials 1440, labor charges 3340, overhead charges 1670. Normal loss 5% of total weight ആണ്, 100 units ആണ്. It will possess a scrap value of ₹1 each and 100 rupees. At normal loss 40 units cost 280. അത് നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനിൽ നമുക്ക് കിട്ടിയ ഫിഗർ ആണ്. ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിൽ 1400 ആണ്, എമൗണ്ട് 9800. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 460 യൂണിറ്റ്സ്, എമൗണ്ട് 2070. ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഇത് ടാലി ആവും. 2000 ടോട്ടൽ 12,250. ടോട്ടൽ വരുന്നത് ഇത്ര എമൗണ്ട് ആണ്. ഇതാണ് പ്രോസസ് അക്കൗണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു അബ്നോർമൽ ലോസ് അക്കൗണ്ടും കൂടി പ്രിപ്പയർ ചെയ്യാം. ഇത് പ്രോസസ് അക്കൗണ്ട്. ഇനി അബ്നോർമൽ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അബ്നോർമൽ ലോസ് അക്കൗണ്ട് അബ്നോർമൽ ലോസ് നോക്കി ഈ എൻട്രി എന്ന് പറഞ്ഞ് നോർമൽ ലോസ് ക്രെഡിറ്റ് ചെയ്തു അല്ലേ പ്രോസസ് അക്കൗണ്ടിൽ. അപ്പോൾ എൻട്രി ഇങ്ങനെ വരിക അബ്നോർമൽ ലോസ് അക്കൗണ്ട് ടു പ്രോസസ് അക്കൗണ്ട്. അബ്നോർമൽ ലോസ് അക്കൗണ്ട് ടു പ്രോസസ് അക്കൗണ്ട് 40 യൂണിറ്റ്സ് അറ്റ് 280 rupees. 40 യൂണിറ്റ്സ് ആണ്, 280 rupees ആണ്. ഇനി ക്യാഷ് ആയിട്ട് നമുക്ക് എത്ര രൂപ റിയലൈസ് ചെയ്യാൻ പറ്റും? 1 each അല്ലേ, പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. നോർമൽ ലോസിൻ്റെ സ്ക്രാപ്പ് റിയലൈസേഷൻ ₹1 each ആണ്. അപ്പോൾ 40 യൂണിറ്റ്സിന് നമുക്ക് 40 rupees റിയലൈസ് ചെയ്യാൻ പറ്റും. സ്ക്രാപ്പ് റിയലൈസേഷൻ ₹1 each ആണ്. ബാലൻസ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു കോസ്റ്റിംഗ് P&L അക്കൗണ്ട്. 40 rupees can be transferred to costing P&L account. ഇതാണ് അബ്നോർമൽ ലോസ് അക്കൗണ്ട്. നേരത്തെ പ്രിപ്പയർ ചെയ്തതാണ്. ഫസ്റ്റ് എൻട്രി അബ്നോർമൽ ലോസ് അക്കൗണ്ട് ടു പ്രോസസ് അക്കൗണ്ട് 40 rupees എൻട്രി ഉണ്ട് ഇവിടെ. 40 യൂണിറ്റ്സ് അറ്റ് 280 rupees. ക്യാഷ് റിയലൈസേഷൻ ₹1 each. 40 യൂണിറ്റ്സിന് ₹1 വെച്ച് 40 rupees. ബാലൻസ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു കോസ്റ്റിംഗ് P&L അക്കൗണ്ട്. ദിസ് ഈസ് ദി സെക്കൻഡ് കേസ് വെൻ ദർ ഈസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് പ്രോസസ് ലോസ്. ഇപ്പം നോർമൽ ലോസ് ആണെങ്കിൽ നത്തിങ് ഷുഡ് ബി ആഡഡ് വിത്ത് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. അബ്നോർമൽ ലോസ് ആണെങ്കിലോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഫുള്ളി കംപ്ലീറ്റഡ് യൂണിറ്റ്സ്. പിന്നെ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മെറ്റീരിയൽ വാല്യൂവിൽ നിന്ന് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റിൽ നിന്ന് ഏതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ നമ്മൾ മൈനസ് ചെയ്ത് കാണിക്കണം ബിഫോർ ഡിവൈഡിങ് ഇറ്റ് ഇൻറ്റു ബൈ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ്സിനെ ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ. അത് നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ചെയ്തിട്ടുണ്ട്. മൂന്നാമത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനാണ്. നാലാമത്തെ അക്കൗണ്ട് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇൻ അഡീഷൻ വി ക്യാൻ പ്രിപ്പയർ അബ്നോർമൽ ലോസ് അക്കൗണ്ട്. ബാലൻസ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതാണ് സെക്കൻഡ് കേസ്.